നമസ്കാരം. നമുക്ക് അടുത്തതായിട്ട് വേദം എന്ന കവിത പഠിച്ചു തുടങ്ങാം. ശ്രീ യൂസഫ് അലി കേച്ചേരിയുടെ കഥയെ പ്രേമിച്ച കവിത എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വേദം എന്ന കവിത. കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ശ്രീ യൂസഫ് അലി കേച്ചേരി. അദ്ദേഹം 1934 തൃശൂരിലെ കേച്ചേരിയിലാണ് ജനിച്ചത്. കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ 1000 നാവുള്ള മൗനം, 5 കന്യകമാർ, ഓർമ്മയ്ക്ക് താലോലിക്കാൻ, കേച്ചേരിപ്പുഴ, നാദബ്രഹ്മം, മൂടുപടമില്ലാതെ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും സിന്ദൂരച്ചെപ്പ് എന്ന തിരക്കഥയും ഒട്ടേറെ സിനിമാ ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ്, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ സംസ്കൃതത്തിൽ ഗാനങ്ങൾ രചിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ യൂസഫ് അലി കേച്ചേരി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2015 കേട്ടോ, ഇദ്ദേഹം മരിച്ചത് 2015 ഇദ്ദേഹം നിര്യാതനായത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഥയെ പ്രേമിച്ച കവിത എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് വേദം. വേദം എന്ന് പറയുമ്പോൾ എന്താണ് വേദം? വേദത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. 4 വേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ആ വേദങ്ങളെ പറ്റിയാണോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്? അല്ല. ഈ 4 വേദങ്ങൾ കൂടാതെ നമ്മൾ 5ാമതൊരു വേദത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്, അല്ലേ? പഞ്ചമവേദം ഏതാണ്? മഹാഭാരതം. മഹാഭാരതത്തെ കുറിച്ചാണോ അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത്? അല്ല, അതും അല്ല. വേദം എന്നാൽ അർത്ഥം അറിവ് എന്നാണ്. അറിവ്. ഇവിടെ വിശപ്പിനെ കുറിച്ചുള്ള അറിവ് കുട്ടി മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന കുട്ടി ആരാണ്? യൂസഫ് അലി കേച്ചേരി തന്നെയാണ്. കവി തൻ്റെ ആത്മാനുഭവത്തിൽ നിന്ന് എഴുതുന്ന ഒരു കവിയാണ്, എഴുതിയ ഒരു കവിതയാണ് ഈ കവിത. അപ്പൊ ഈ കവിതയിൽ നാം കാണുന്നത് യൂസഫ് അലി കേച്ചേരി എന്ന സ്കൂൾ കുട്ടിയെയും അവന്റെ ഉമ്മയുമാണ്, അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ഈ കവിത പഠിക്കുന്നതിന് മുമ്പ് വിശപ്പിനെ കുറിച്ചുള്ള അറിവാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു സ്കൂൾ കുട്ടിക്ക് വിശപ്പിനെ കുറിച്ചുള്ള അറിവ് നേടാൻ അന്ന് കാരണമായത്? അന്നത്തെ സാഹചര്യം, നാട്ടിലെ സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇവിടെ മാനവ ചരിത്രത്തിൽ തന്നെ മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കാൻ പോരുന്ന തരത്തിലുള്ള 2 യുദ്ധങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ഏതെല്ലാമാണ്? 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും. അതിൽ 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇനിയൊരു യുദ്ധം എന്തായാലും ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് 1939 മുതൽ 45 വരെ 2ാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നടന്നു, അല്ലേ? ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? മനുഷ്യ മനസ്സിൽ നിന്നാണ്. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ചെറിയ ചെറിയ ദ്വേഷങ്ങൾ, വിദ്വേഷങ്ങൾ വളർന്നു വലുതായി അത് രാജ്യങ്ങൾ തമ്മിലുള്ള, വ്യക്തികൾ തമ്മിലുള്ള, പിന്നെ സമൂഹങ്ങൾ തമ്മിലുള്ള, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധമായി മാറുന്നു.
ഇവിടെ അതുപോലെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ നാശം മാത്രമല്ല ബാധിച്ചിരുന്നത്, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് മേധാവിത്വമാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിൽ ഇന്ത്യ വല്ലാതെ ഞെങ്ങി അമരുന്ന അവസ്ഥയിലാണ് ഈ രണ്ടാം ലോക മഹായുദ്ധവും നടന്നത്. അന്ന് ജനങ്ങൾ മുഴുവൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോയിരുന്നു. ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ അന്ന് ഈ 1939 നടന്ന ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ലോകത്തിൽ അങ്ങേയറ്റം കെടുതികളാണ് ഉണ്ടായത്. ആ കെടുതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 72 ദശലക്ഷം ആളുകൾ നശിച്ചു, മരണപ്പെട്ടു. അതിൽ തന്നെ 24 ദശലക്ഷം സൈനികരായിരുന്നു എന്നാണ് കണക്കെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ലോക മഹായുദ്ധം വരുത്തിയ കെടുതികൾ ഇന്ത്യൻ ജനതയെ വല്ലാണ്ട് ഞെക്കി ഞെരിച്ചു. അതിന് കാരണം മറ്റൊന്നുമല്ല, സഖ്യകക്ഷിയും അച്ചുതണ്ട് കക്ഷിയുമായിട്ടായിരുന്നു യുദ്ധം. സഖ്യകക്ഷിയിൽപ്പെട്ടതാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ ആധിപത്യത്തിലാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ചില പരിണിത ഫലങ്ങളെല്ലാം നമ്മളും അനുഭവിക്കേണ്ടി വന്നു, ഇവിടെ ഉള്ളവരും അനുഭവിക്കേണ്ടി വന്നു. അച്ചുതണ്ട് കക്ഷികൾ എന്ന് പറഞ്ഞാൽ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളാണ്. അപ്പൊ ഈ സഖ്യകക്ഷികളും അച്ചുതണ്ട് കക്ഷികളും തമ്മിലുണ്ടായ ഈ യുദ്ധത്തിൽ വളരെയധികം നാശനഷ്ടങ്ങളാണ് അന്നുണ്ടായത്. ജനങ്ങൾ വല്ലാണ്ട് പൊറുതിമുട്ടി. ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കാരണം മനുഷ്യർ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുടെ യൂസഫ് അലി കച്ചേരി ഒരു സ്കൂൾ കുട്ടി ആയി അന്നുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായ ഒരു കവി എഴുതി വെച്ചിരിക്കുകയാണ്, അല്ലേ? വേദം. നമുക്ക് കവിതയിലേക്ക് പോകാം. ഉമ്മ വിളമ്പിയ ചോറിനു മുമ്പിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും. ചോറ്റുപാത്രത്തിൻ്റെ പൊട്ടുപോലുണ്ടൊരു ചുവന്നുള്ളി ചമ്മന്തി, അത്രമാത്രം. അല്ലേ? ഇവിടെ കുട്ടി യൂസഫ് അലി കച്ചേരി ഒരു സ്കൂൾ കുട്ടിയാണ്. ആ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കഴിക്കാനായിട്ട് ചെന്നിരുന്നപ്പോൾ അവന് ഉമ്മ വിളമ്പി വെച്ചിരുന്നത് എന്താണ്? ഉപ്പേരിയും കറിയും മീനും ഒന്നുമില്ലാത്ത അല്പം ചോറാണ്, അല്ലേ? അതുകൊണ്ടാണ് ഈ കുട്ടി ഉമ്മ വിളമ്പിയ ചോറിന് മുൻപിൽ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു, അല്ലേ? ദേഷ്യം വന്നു. മുഖം കറുപ്പിക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അവന് ഇഷ്ടമുള്ള കറികളൊന്നും ആ പാത്രത്തിൽ കണ്ടില്ല. അതിനാൽ ആ കുഞ്ഞിന് പെട്ടെന്ന് ഒരു പിണക്കം ഉണ്ടായി. നിങ്ങൾക്കുണ്ടാവാറുണ്ടല്ലോ അങ്ങനത്തെ പിണക്കങ്ങൾ. അതുപോലെ യൂസഫ് അലി കച്ചേരി എന്ന കൊച്ചുകുട്ടിക്കും അന്നൊരു പിണക്കമുണ്ടായി. എന്താണ് പിണക്കത്തിന് കാരണം? ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും. വട്ടം എന്ന് പറയുമ്പോൾ വൃത്തമെന്നും ശൂന്യമെന്നും അർത്ഥമുണ്ട്. ഒരു പപ്പടം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പപ്പടം വട്ടത്തിൽ ഒരിച്ചിരി ചോറാണ് ഉള്ളതെന്നും പറയാം. അപ്പൊ ഇവിടെ ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുള്ളൊരു ചുവന്നുള്ളി ചമ്മന്തി, ഒരു പൊട്ടുപോലെ ഒരിത്തിരി ചുവന്നുള്ളി ചമ്മന്തി ആ ചോറിന്റെ അറ്റത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അവൻ എന്ത് ചെയ്തു? ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ ദേഹമൊട്ടാകെ വിറച്ചിരുന്നു. അല്ലേ? അവന് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നപ്പോൾ അവന് ദേഹം തന്നെ വിറയ്ക്കുന്നത് പോലെ തോന്നി. അത്രയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, വല്ലാതെയില്ല വിശപ്പെനിക്കപ്പോൾ വല്ലാതെയില്ല വിശപ്പെനിക്കപ്പോൾ
വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്നോ ഞാൻ നടിച്ചു. അല്ലേ, വിശപ്പൊന്നും ഈ കുട്ടിക്ക് വലുതായിട്ടില്ല, അവന് വിശക്കുന്നില്ല. എങ്കിൽ തന്നെയും എനിക്ക് ഇതാണല്ലോ കഴിക്കാൻ അമ്മ വെച്ചിരുന്നത് എന്നോർത്തപ്പോൾ അവനൊരു വല്ലായ്മ, ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു വിശപ്പുണ്ടെന്ന് അവൻ അഭിനയിച്ചു. ഉണ്ണാൻ തുടങ്ങിയാൽ വിണ്ണുന്നൊരുണ്ണിയായി എണ്ണുമാറുണ്ടെന്നൻ വീട്ടിലെന്നെ. ഉണ്ണാനായിട്ട് ചോറിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പിണങ്ങുന്ന അല്ലെങ്കിൽ കരയുന്ന ഒരു കുട്ടിയായി അന്ന് എന്നെ വീട്ടിൽ എല്ലാവരും കരുതിയിരുന്നു. എന്ത് തന്നാലും ഞാൻ കഴിക്കാതെ വെറുതെ പിണങ്ങും എന്നൊക്കെ പറയുന്ന ഒരു പറച്ചിൽ അന്ന് വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് ഈ കുട്ടി എന്താ ചെയ്തത്? എങ്കിലും തീന്മേശ വിട്ടു പരിഭവിച്ചെങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു. പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിൻ്റെ പിൻപുറത്തേക്കൊന്നു പാളി നോക്കി. അല്ലേ, പൊട്ടലും ചീറ്റലും, അതായത് മനസ്സിലുള്ള ആ ഒരു പിണക്കത്തിൻ്റെ ഒരു ഭാവമാണ് അവിടെ കവി പറയുന്നത്. അങ്ങനെ ഒരു പിണക്ക ഭാവത്തിൽ കുട്ടി ഈ ചോറ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് തീന്മേശ വിട്ട് ഊൺമേശ വിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പുറത്തെന്തോ ബഹളം കേൾക്കുന്നു. അങ്ങനെ കുട്ടി ജനലിലൂടെ പിൻപുറത്തേക്ക്, വീടിൻ്റെ പിൻഭാഗത്തേക്കൊന്നു നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? അപ്പോൾ ഞാൻ കണ്ടു വടക്കിനി മുറ്റത്തൊരാൾ കൂട്ടം പാവങ്ങൾ എന്നയൽക്കാർ കൂടിയിരിക്കയാണുമ്മയവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി പകർന്നിടുന്നു. അല്ലേ, എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് പിൻവശത്ത് അയൽവക്കത്തെ പാവങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്. എന്തിനാണ് അവർ അവിടെ കൂടിയിരിക്കുന്നത്? എൻ്റെ ഉമ്മ, എൻ്റെ അമ്മ അവർക്കെല്ലാവർക്കും കഞ്ഞി വിളമ്പി കൊടുക്കുന്നു. ആ കഞ്ഞിക്ക് ഇവിടെ പഷ്ണിക്കഞ്ഞി എന്നാണ് പറയുന്നത്. പഷ്ണി എന്ന് പറഞ്ഞാൽ പട്ടിണി, പട്ടിണിക്കഞ്ഞി. ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കഞ്ഞിയുടെ ഒരു പ്രത്യേകത എന്താണ്? ഓടിക്കളിക്കുന്നുണ്ടാ പഷ്ണിക്കഞ്ഞിയിൽ ഓരോ നെടിയരി വറ്റുമാത്രം. അല്ലേ, ആ കഞ്ഞിയിൽ പാവങ്ങൾക്ക് ഉമ്മ കഞ്ഞി കോരിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കഞ്ഞിയിൽ ഓരോ അരിമണി വീതം മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ കൂടുതൽ അരിയിട്ട് വെച്ച കഞ്ഞിയൊന്നുമല്ല കിട്ടുന്നത്. എങ്കിലും ആ പഷ്ണിക്കഞ്ഞി, ആ പട്ടിണിക്കഞ്ഞി കുടിക്കാൻ പാവങ്ങൾ, അയൽക്കൂട്ടർ എല്ലാവരും, അയലത്തുള്ള പാവങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അന്നൊക്കെ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നമൊരു സ്വപ്നമായിരുന്നു. ആംഗലവാഴ്ചയും യുദ്ധക്കെടുതിയും ആകെ എൻ ഗ്രാമം തകർത്തിരുന്നു. അല്ലേ, അന്നൊക്കെ എൻ്റെ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും, ഭൂരിഭാഗം ഒരുപാട് ആൾക്കാർക്കും അന്നം എന്നതിന് നാനാർത്ഥമുണ്ട്. ഭക്ഷണം എന്നും അരയന്നം എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഭക്ഷണം. അന്നൊക്കെ എൻ്റെ നാട്ടിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ഭക്ഷണം എന്നത് ഒരു സ്വപ്നമായിരുന്നു. വയറു നിറയെ ആഹാരം കഴിക്കുക എന്നത് അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അതിന് കാരണം എന്താണ്? ആംഗലവാഴ്ചയും, ആംഗലവാഴ്ച എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിലുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതും യുദ്ധക്കെടുതിയും, കെടുതി നാശം, യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം വിതച്ച നാശവും എൻ്റെ ഗ്രാമത്തെയും ആകെ തകർത്തിരുന്നു. ഇനി അവിടെ കഞ്ഞി വിളമ്പുന്നിടത്തുള്ള കാര്യമാണ് പറയുന്നത്. തന്തമാർ തള്ളമാർ കുട്ടികൾ അന്യോന്യം തള്ളി മാറ്റുന്നു, കലമ്പിടുന്നു. അല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിശന്ന് വലഞ്ഞു വിറക്കുന്ന മനുഷ്യരാണ്. അവരല്പം ഭക്ഷണം അവരുടെ മുന്നിൽ കിട്ടിയപ്പോൾ അച്ഛനെ വകഞ്ഞു മാറ്റുന്നു, അമ്മയെ വകഞ്ഞു മാറ്റുന്നു. എളുപ്പം എനിക്ക് വേണം കഞ്ഞി, എനിക്ക് വേണം കഞ്ഞി എന്നുള്ള ആ ഒരു ധൃതിയിൽ അവരെ അച്ഛനാണെന്നോ അമ്മയാണെന്നോ മക്കളാണെന്നോ നോക്കാതെ തള്ളി മാറ്റി മുന്നിലേക്കെത്തി
വന്ന് ആ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ കലമ്പൽ കൂട്ടുകയാണ്, വഴക്ക് കൂട്ടുകയാണ്. ഒട്ടുചിലർ കഞ്ഞി മോന്തി പിരിയുന്നു, മറ്റും പലർ വന്നു ചേർന്നിടുന്നു. ചിലരാകട്ടെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു വറ്റി കുടിച്ചതിൻ്റെ അല്പം ആശ്വാസത്തിൽ അവർ തിരിച്ചു പോകുന്നു. മറ്റു പലരും ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഓടി വരികയാണ്. അൻപാർന്നു കഞ്ഞി വിളമ്പുവാൻ മുറ്റത്തു കുമ്പിട്ടു നിൽപ്പതിനുള്ളിൽ ദൂരെ, എന്നെ കണ്ടും അരികിലെത്തിച്ചൊല്ലി നന്നേ തിരക്കായിരുന്നു മോനെ. പറ്റില മീൻ കറിയുണ്ടാക്കാൻ ഇക്കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ. അല്ലേ, അവർക്ക് അൻപാർന്ന് വളരെ ദയോടുകൂടി എൻ്റെ ഉമ്മ അവർക്ക് കുനിഞ്ഞു നിന്ന് കഞ്ഞി ഇങ്ങനെ കോരിക്കോരി കൊടുക്കുകയാണ്. അതിനുള്ളിൽ അമ്മ മകനെ കണ്ട് ആ മകനോടുള്ള സ്നേഹവാത്സല്യം കാരണം അമ്മ ഓടി മകന്റെ അടുക്കലേക്ക് വന്നിട്ട് ആ മകനോട് പറയാണ്, പറ്റിയില്ല മോനെ, ഇന്ന് ഈ പട്ടിണി പാവങ്ങൾക്കെല്ലാം കഞ്ഞി കൊടുക്കണ്ടേ, അതിൻ്റെ ഒരു ധൃതിയിലായിപ്പോയി ഞാൻ, അതുകൊണ്ട് മീൻകറി ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. വിണ്ണുവാൻ നിൽക്കാതെ ചമ്മന്തി ചോറുണ്ട് എന്നുണ്ണി പോയി, നേരമായി ബെല്ലടിക്കാൻ. അല്ലെ, സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായി. ആ അമ്മയ്ക്ക് മകന്റെ പഠിത്തത്തിനോടുള്ള അല്ലെ, മകൻ വിദ്യാഭ്യാസം നേടണം, ആ സ്കൂളിൽ പോകുന്ന നേരത്ത് ആ മകന് പട്ടിണിയില്ലാതെ പോകണം. അതിനു വേണ്ടിയിട്ടാണ് ആ അമ്മ അല്പം ചോറെടുത്ത് ഒരു ചുവന്നുള്ളി ചമ്മന്തി ഒരല്പം കൊടുത്തു അവിടെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അമ്മ കുഞ്ഞിനോട് പറയാണ്, നീ എളുപ്പം ആ ചമ്മന്തി ചോറുണ്ടിട്ട് എളുപ്പം സ്കൂളിൽ പോയിട്ട് വരൂ. അല്ലെ, എന്താണ് പറയുന്നത്? 4 മണി വിട്ടു നീ വരുമ്പോഴേക്കും അയിലച്ചാറുണ്ടാക്കി വെച്ചിടാം ഞാൻ. അല്ലെ, നീ ഇപ്പോൾ ഇത് കഴിച്ചിട്ട് പോവും, നീ തിരിച്ചു വരുമ്പോൾ നല്ല അയില മീൻ്റെ ഞാൻ കറി ഉണ്ടാക്കി നിനക്ക് ചോറ് തരാം. അമ്മ വളരെ വാത്സല്യത്തോട് ആ തിരക്കിനിടയ്ക്കും അമ്മ മകനെ കാണുമ്പോൾ ഓടി വരാനും അവന്റെ മുഖമൊന്നും വാടി കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകുമല്ലോ ഇവിടെ മകൻ അത് കഴിക്കാതെയാണ് ഓടിപ്പോകുന്നത് എന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുഖമൊന്നും വാടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവും. അപ്പൊ അമ്മ ഓടി വന്ന് ആ മകനെ ആശ്വസിപ്പിച്ചു. അല്ലേ, നീ ഇപ്പൊ അത് കഴിച്ചിട്ട് പോ, വൈകുന്നേരം വരുമ്പോ ഞാൻ നിനക്ക് നല്ല അയലക്കറി കൂട്ടി ചോറ് തരാം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഇത്രയും ചൊല്ലി പിരിഞ്ഞു പോയും മായൻ ഉൾത്തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു. ഉണ്ണാവ്രതവുമായി അന്യരെയൂട്ടുന്നു രന്നും മതൻ യജ്ഞം കണ്ടു നിൽക്കേ. അമ്മ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിക്കാതെ നിന്ന് അമ്മ അന്യരെ ഊട്ടുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ ഉണ്ണിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു കാപഢ്യം എന്ന് പറഞ്ഞാൽ അവന് വലിയ വിശപ്പൊന്നുമില്ല, എങ്കിലും അവൻ വിശപ്പുണ്ടെന്ന് നടിച്ചു. ഇവിടെ പട്ടിണി പാവങ്ങൾക്ക് പറ്റില്ലാത്ത കഞ്ഞി കുടിക്കുമ്പോൾ അവന് കഴിക്കാൻ അല്പം ചോറെങ്കിലും കൊടുത്തിട്ട് അത് വേണ്ട എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഒത്തിരി വിശപ്പുണ്ടെന്നൊക്കെ ഉള്ള അഭിനയിച്ച് പോവുകയാണ്. ആ ഒരു കള്ളത്തരം അവന്റെ മനസ്സിൽ വല്ലാണ്ട് പുകഞ്ഞു. അവൻ എന്ത് ചെയ്തു? നീറുമെന്നുള്ളം കുറുകി പഴയരി ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം, പഞ്ഞക്കെടുതിയിൽ നീറുവോ മറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ, പിന്നെ ഞാൻ വൈകിലെന്നുടെ ചോറുമായി ഉമ്മതൻ പിന്നിൽ പതുങ്ങിയെത്തി. പിന്നെ ആ കുട്ടി ഒട്ടും താമസിച്ചില്ല. ആ കുട്ടി വിചാരിച്ചു, എനിക്ക് കഴിക്കാൻ ഇത്തിരി വറ്റെങ്കിലും ഉണ്ടല്ലോ, ഈ വറ്റ് കൊണ്ട് ഈ ചോറും എടുത്തിട്ട് കുട്ടി അമ്മയുടെ പിന്നിലെത്തി. എന്നിട്ട് കുട്ടി അമ്മയോട് പറഞ്ഞു,
ഉള്ളലിഞ്ഞോതിനെ നിൻ ചോറുമാ കഞ്ഞി വെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളൂ. പൊട്ടിക്കരഞ്ഞുമ്മ മാറോട് ചേർത്തെന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പി മെല്ലെ. ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാമ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ. പൈക്കുന്ന പള്ളക്കിര തേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. അല്ലേ, കുട്ടി പെട്ടെന്ന് അവന് കൊടുത്ത ചോറുമായിട്ട് പെട്ടെന്ന് അമ്മയെടുത്ത് കൊണ്ടു ചെന്നിട്ട്, അമ്മേ ആ പാവങ്ങൾക്ക് ഈ ചോറും കൂടി ഇട്ടുള്ള കഞ്ഞി കൊടുക്കൂ, അവർക്ക് അത്രയും കൂടി വറ്റി കിട്ടിക്കോട്ടെ എന്ന് മനസ്സലിഞ്ഞ് കുട്ടി പറഞ്ഞപ്പോൾ, ആ കുട്ടിയുടെ ആ നില കണ്ടപ്പോൾ അമ്മയ്ക്ക് കണ്ണുനീരണിഞ്ഞു. അമ്മയ്ക്ക് ആനന്ദ കണ്ണീരാണ്. മകന്റെ ഉള്ളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ, അനുകമ്പ കണ്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു. ആ ഉമ്മ എന്താ ചെയ്തു? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ ആ മകനെ മാറോട് ചേർത്തിട്ട് ഉമ്മ പറയുന്നു, ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ. വേദം എന്നുള്ള വാക്കിന് ഇവിടെ അറിവ് എന്നാണ് അർത്ഥം. മറ്റെന്ത് അറിവ് നമ്മൾ നേടിയാലും ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ഈ വിശപ്പിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാം കഷ്ടപ്പെടേണ്ടി വരുന്നത്, അല്ലേ? കഷ്ടപ്പെട്ട് ജോലി സമ്പാദിച്ച് നല്ല രീതിയിൽ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അമ്മ പറയാണ്, പൈക്കുന്ന പൈ വിശപ്പ്. വിശക്കുന്ന വയറിന് ഇരതേടി വലയുന്ന പാവത്തിൽ കാണാം നമുക്ക് ആരെയാണ്? പടച്ചവനെ കാണാം, അല്ലേ? കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, വിശക്കുന്നവനിലും കഷ്ടപ്പെടുന്നവനിലും നമുക്ക് പടച്ചവനെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളെപ്പോഴും വിശക്കുന്നവനും അന്നമായി തീരണം. നമുക്ക് നമ്മളിൽ നിന്നും ഉള്ളത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണം അവർക്ക് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെടുന്നവരെ എപ്പോഴും നമ്മളാലാവുന്ന സഹായം നമ്മൾ ചെയ്യണം. അവിടെയാണ് ദൈവം കുടിയിരിക്കുന്നത്, അവരിലാണ് ദൈവം കുടിയിരിക്കുന്നത്. അവരുടെ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ അനുഗ്രഹമായി തീരും എന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കുട്ടി എന്ന് പറയുന്നത് യൂസഫ് അലി കച്ചേരി തന്നെയാണ് കേട്ടോ, മറ്റാരുമല്ല. യൂസഫ് അലി കച്ചേരി തൻ്റെ ബാല്യകാലത്തുണ്ടായ ഒരു സംഭവം വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കവിത മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി.